എട്ടാമത് ലോകാത്ഭുതം അറിയാലോ അല്ലേ? ഏതാണ് എട്ടാമത് ലോകാത്ഭുതം? അതെ, നമ്മുടെ മലയാളത്തിന്റെ മമ്മൂട്ടി എന്ന മഹാനടൻ. അദ്ദേഹത്തിന് ഇന്ന് പത്മഭൂഷൺ അവാർഡ് നേടിയില്ലേ? ഒരു മലയാളി എന്ന നിലയ്ക്ക് ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും ഒരു അഭിമാന നേട്ടം തന്നെയാണ്. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് നോക്കിയിട്ട് വരാം. മമ്മൂട്ടി ആ പത്മഭൂഷൺ അവാർഡിലെ ആ ഒരു എടുപ്പൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. മലയാളത്തിന്റെ അല്ലെങ്കിൽ മലയാളികളുടെ അഭിമാനമായി മാറിയ മമ്മൂട്ടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഓക്കെ. അതായത് മമ്മൂട്ടിയുടെ ആ അവാർഡ് വാങ്ങുന്ന ആ ഒരു വീഡിയോസിന്റെ താഴെ കുറച്ച് എന്താ പറയാ, ഈ കുരുപൊട്ടുന്ന കുറച്ച് ടീമുകളുണ്ടല്ലോ, ഈ ക്രിമി കടി മൂത്ത ടീമുകള്, അവരുടെ കുറച്ച് കമന്റുകൾ കേട്ടു ഞാൻ. അതായത് ഈ അസൂയ ഇങ്ങനെ മൂത്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു തരം എന്താ പറയാ, വാക്കുകൾ ഛർദിക്കുക പറയില്ലേ, ആ കുറച്ച് കമന്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് മമ്മൂട്ടി പത്മഭൂഷൺ വാങ്ങുന്ന ആ വീഡിയോസിന്റെ തൊട്ട് താഴെ വെള്ളാപ്പള്ളിന്റെ കൂടെയാണ് മമ്മൂട്ടി അവാർഡ് വാങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് കളിയാക്കിയ രീതിയിൽ സ്മൈലിയൊക്കെ ഇട്ടിട്ട്, പിന്നെ അദ്ദേഹത്തിന്റെ വീഡിയോന്റെ താഴെ പിന്നെ കുറച്ച് പേര് മമ്മൂട്ടിനെ സംഖ്യയായിട്ട് ചിത്രീകരിച്ചിട്ട് കുറച്ചൊരു കമന്റ് ഇട്ടിരിക്കുക. അതായത് അദ്ദേഹം ചെയ്ത കുറ്റം എന്ന് പറഞ്ഞത് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് നരേന്ദ്രമോദിയെ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിയെ ആളുകളൊന്ന് കൈകൂപ്പിയിട്ടാണ് പോയത്. അപ്പൊ അതിനാണ് അദ്ദേഹത്തിനൊരു സംഗീതപ്പട്ടവും അദ്ദേഹം എന്താ പറയാ ചാപ്പയൊക്കെ കുത്തിയത്. എന്താ അവസ്ഥ അല്ലേ? അതായത് രാഷ്ട്രീയ ബോധം ഇല്ലെങ്കിലും രാഷ്ട്രബോധം വേണമെന്ന് പറയുന്നേ, അതൊക്കെ മറ്റുള്ളവർക്ക് പറയാനുള്ളൂ. അതായത് ഈ കുരുപൊട്ടുക പറയും, അതായത് അസൂയ അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അതായത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കുട്ടിക്കഥ അതിൽ പറയാം. അതായത് ഒരാള് എല്ലാറ്റിലും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരാളുണ്ട് ഒരു നാട്ടില്. അപ്പൊ അദ്ദേഹം എല്ലാറ്റിലും കുറ്റം കണ്ടുപിടിക്കും. അപ്പൊ അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരൻ ഗൾഫിലൊക്കെ പോയി പൈസയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നല്ലൊരു വീട് പണിതു. അപ്പോൾ ഈ എല്ലാറ്റിലും കുറ്റം കണ്ടുപിടിക്കുന്ന ആളിനെയും ക്ഷണിച്ചു. അദ്ദേഹം വീട് ഇനാഗുറേഷന് വന്ന് എല്ലാ മുറികളും, ഡൈനിങ് റൂം, ബെഡ്റൂം, ലിവിങ് റൂം, എല്ലാ റൂമും വന്ന് സസൂക്ഷ്മം നോക്കണം. അവിടെ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും, ഏത് ഇതായാലും. കാരണം ലാസ്റ്റ് കണ്ടുപിടിച്ച് ഓരോ റൂമും നോക്കിയതിന് ശേഷം അദ്ദേഹത്തിന് ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അവസാനം അദ്ദേഹം പുറത്തു വന്നിട്ട് പറയണം, ഈ വീട് പൊളിക്കാൻ ഇയാൾ കുറച്ച് ബുദ്ധിമുട്ടുന്നു. അങ്ങനെയുണ്ട്. അതായത് കുറ്റം കണ്ടുപിടിക്കുന്ന ആളുകൾക്ക് അവർ എങ്ങനെ പോയാലും കുറ്റങ്ങള് കണ്ടുപിടിച്ചേ അടങ്ങും. മനസ്സിലായ? അപ്പൊ കുരുപൊട്ടിക്കുന്ന ആളുകള് കുരുപൊട്ടിക്കുക. ഓക്കെ. പിന്നെ ഈ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അപ്പോ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം എന്ന് പറയുന്നത് എല്ലാ ആളുകളുടെയും പ്രധാനമന്ത്രിയാണ്. അതായത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കോൺഗ്രസ്സുകാരൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും മറ്റ് പാർട്ടിക്കാരുടെയും ഇന്ത്യയിലുള്ള എല്ലാ ആളുകളുടെയും പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഓക്കെ. പിന്നെ ഒരു സ്റ്റേജിൽ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് കൈകൂപ്പ് എന്ന് പറയുന്നത് ഒരു ബഹുമാനമാണ്. അതായത് അവിടെ നമ്മളെക്കാളും ഉയർന്ന പദവിയിലുള്ള ഒരാളെ കാണുന്ന സമയത്ത് ഒരു ഭാരതീയ സംസ്കാരം എന്നൊക്കെ പറയില്ലേ, ഒരു കൈകൂപ്പ് എന്നുകൊണ്ട് അതിലെന്താ തെറ്റ്?
അപ്പോൾ ഇത്രയും നല്ലൊരു ഫംഗ്ഷനൊക്കെ നടന്ന് ഇത്രയും നല്ലൊരു അവാർഡൊക്കെ അദ്ദേഹം വാങ്ങുന്ന സമയത്ത് അതിന് എന്താ പറയാ, നല്ലൊരു കമന്റ് ഇട്ടില്ലെങ്കിലും ഇതുപോലെ നിന്ദിക്കുന്ന കമന്റുകൾ ഇടുന്നത് വളരെ മോശമാണ് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ ബോധവും ഇല്ലെങ്കിലും രാഷ്ട്രബോധം വേണമെന്ന്. ശരിയല്ലേ? അപ്പോ നമുക്ക് വീണ്ടും നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അങ്ങനെ നമ്മുടെ മഹാനടന് അവാർഡ് കിട്ടി. വളരെ മലയാളി എന്ന നിലയ്ക്ക് നമ്മള് ഓരോരുത്തരും അഭിമാനിക്കേണ്ട ഒരു മുഹൂർത്തം തന്നെയാണ്. അതായത് 80-90 കിഡ്സിലെ അവർക്കറിയാം, അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു മമ്മൂട്ടി മോഹൻലാൽ പറഞ്ഞ് 2 ഫൈറ്റ് ഉണ്ടാക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? ഒരു ക്ലാസ് റൂമില് മമ്മൂട്ടി മോഹൻലാൽ 2 ഫൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതേത് ഇപ്പോ ഏകദേശം 40-40 വർഷങ്ങൾ കഴിഞ്ഞിട്ടും മമ്മൂട്ടി മോഹൻലാൽ പറഞ്ഞിട്ട് ഫൈറ്റ് ഉണ്ടാകാറുണ്ട്. വീട്ടിലെങ്കിലും ഉണ്ടാകാറുണ്ട്, വീട്ടില് അതുപോലെ തന്നെ പഠിക്കുന്ന അവിടെ എല്ലാം അല്ലേ? ശരിക്കും മലയാളത്തിന്റെ അഭിമാനമാണ്. ഇനി മമ്മൂട്ടിക്ക് കൂടുതൽ ഉയർന്ന തലങ്ങളിലെ ഓസ്കാർ അവാർഡ് വരെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.